നമസ്കാരം. ശ്രീനി ആലക്കുഴ എറണാകുളത്തു നിന്നും കണ്ണൂർക്കുള്ള യാത്രയിലാണ്. ഏതാണ്ട് മലപ്പുറം എത്തിയപ്പോൾ തുടങ്ങിയ മഴയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലും നേരത്തെ മഴ പെയ്തിരുന്നു തോന്നും. ഏതാണ്ട് മണിക്കൂറുകളോളം സമയമായി ഈ മഴ ഇങ്ങനെ, അതായത് മലപ്പുറത്ത് തുടങ്ങിയിട്ട് ഞങ്ങളിപ്പം ഏതാണ്ട് കോഴിക്കോട് കഴിഞ്ഞ് ഇങ്ങനെ മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുക. പലയിടങ്ങളിലും ബ്ലോക്കാണ്. ഇപ്പോൾ നാഷണൽ ഹൈവേയുടെ പ്രവൃത്തി നടക്കുന്നതുകൊണ്ട് തന്നെ വാഹനങ്ങൾ വൺ വേ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഓവർടേക്ക് ചെയ്ത് പോകാൻ കഴിയാറില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇത് പറയാൻ കഴിയുമ്പം ലൈവിൽ വരുന്നത് ഈ ഹൈവേ വഴി സഞ്ചരിക്കുന്ന ആളുകൾ ഒന്ന് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം ബ്ലോക്കിൽ വീണ്ടും ഞങ്ങൾ കുടുങ്ങി കേട്ടോ. ഇപ്പോൾ ഇവിടെ സ്ഥലം കൃത്യമായിട്ട് കൊയിലാണ്ടി എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഹൈവേയുടെ പ്രവൃത്തി നടക്കുന്ന ഭാഗങ്ങളിൽ ഇത്തരത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ വെള്ളക്കെട്ടുകളുണ്ട്. വെള്ളക്കെട്ടുകൾ കാണാതെ വാഹനങ്ങൾ സ്പീഡിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗ്ലാസ്സിലേക്ക് വെള്ളം തെറിക്കും. നമുക്കെതിരെ വരുന്ന വാഹനങ്ങൾ കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ വലിയ അപകട സാധ്യത ഉണ്ട് എന്നറിയിക്കുകയാണ്. അപ്പോൾ ഇത് അപ്രതീക്ഷിതമായിട്ടാണ് ഇത്രയും ശക്തമായി മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ണൂരിൽ മഴയുണ്ടോ എന്നറിയില്ല. എവിടെയൊക്കെ മഴ പെയ്യുന്നുണ്ടെന്ന് കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിരുന്നു. ഞാനിപ്പോൾ കൊയിലാണ്ടിയിലാണ്. മലപ്പുറത്ത് തുടങ്ങിയ മഴയാണ്. മണിക്കൂറുകളോളം ഗതാഗത കുരുക്കിൽപ്പെട്ടിട്ടാണ് ഞങ്ങളിപ്പം കുറച്ച് റിലീസായിട്ട് മുമ്പോട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങൾക്ക് തന്നെ കാണാം. ഈ മഴ ഇത്ര കണ്ട് ശക്തമായ മഴ ഈ വർഷം ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ പല സമയത്ത് ഞാൻ മഴയുടെ ലൈവൊക്കെ ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെ വലിയ ശക്തമായ മഴ കേരളത്തിൽ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാഷണൽ ഹൈവേ വഴി വരുന്ന ആളുകൾ വളരെയധികം ശ്രദ്ധിച്ച് വാഹനം ഓടിക്കണം. ഹൈവേ വഴി വരുന്ന ആളുകൾ മാത്രമല്ല, മഴയത്ത് വാഹനം ഓടിക്കുന്നവർ വളരെ ശ്രദ്ധിച്ച് പോകണം എന്ന് പറയാനാണ് ഈ സമയം ഞാൻ തത്സമയം വന്നത്. ഇപ്പം ഇത് പഴയ ഭാഗമാണ്. ഹൈവേയുടെ പണി നടക്കുന്ന ഭാഗം കഴിഞ്ഞ് ഞങ്ങൾ മുമ്പോട്ടേക്ക് വരികയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഹൈവേയിലേക്ക് കയറിയാൽ ഇപ്പം 6 വരി പാതയുടെയൊക്കെ നിർമ്മാണ പ്രവൃത്തി പലയിടത്തും പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ തലശ്ശേരി മാഹി ഭാഗങ്ങളിലൊക്കെ പൂർത്തിയായിട്ടുണ്ട്. പക്ഷേ ഈ രാമനാട്ടുകരയിൽ നിന്ന് കോഴിക്കോട് വഴി ഇങ്ങനെ ഞങ്ങൾ വരുമ്പോഴേ നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഹൈവേ കൂടി തന്നെയാണ് വന്നത്. ഇപ്പോൾ എല്ലാം വഴി തിരിച്ച് വിടുകയാണ്. കാരണം അവിടെ പലയിടത്തും ഈ ട്രാഫിക് സിഗ്നൽ ബോർഡുകളുടെയും അതുപോലെ ലൈറ്റുകളുടെയും ഒക്കെ നിർമ്മാണ പ്രവൃത്തി നടക്കുന്നതുകൊണ്ട് ഈ സർവീസ് റോഡ് വഴിയാണ് വാഹനങ്ങൾ തിരിച്ചുവിടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കണം. വളരെ പതുക്കെയാണ് വാഹനങ്ങൾ കടന്നു പോകാൻ കഴിയുന്നത്. ഇപ്പം കണ്ടോ ഒരാൾ ഓടിയത് കണ്ടോ, വലിയൊരു അപകടമാണ്. ഞാനിപ്പം നമ്മുടെ ദൃശ്യങ്ങൾ സ്റ്റുഡിയോ തന്നെ ഒരാൾ പെട്ടെന്ന് ക്രോസ് ചെയ്തു. ആ കാറുകാരൻ എന്തോ ഭാഗ്യത്തിന് ബ്രേക്ക് ചെയ്തുകൊണ്ട് അയാൾ ദേഹത്ത് തട്ടിയില്ല. അപ്പോൾ നമ്മളിങ്ങനെ വാഹനങ്ങൾ ക്രോസ് ചെയ്യുമ്പോൾ എതിരെ വരുന്ന വാഹനങ്ങൾ ആളുകൾക്ക് കാണില്ല. ഈ വെട്ടം കണ്ണിൽ കടിക്കുമ്പോൾ ഡ്രൈവർമാർക്ക് അടുക്കെ ക്രോസ് ചെയ്യുന്ന ആളുകളെ കാണാൻ കഴിയില്ല. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഷാജി പറയുന്നത് പോലെ പെയ്യട്ടെ, വെള്ളമില്ലാതെ വലയുന്നവർക്ക് അനുഗ്രഹമാവും. തീർച്ചയായും മഴ പെയ്യണം, മഴ പെയ്യണ്ട എന്നല്ല. ഇപ്പോൾ ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ മഴ പെയ്യുമ്പോഴും നമ്മൾ ചില മുൻകരുതലുകൾ എടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വന്ന വഴിക്കൊക്കെ ഞാൻ കണ്ടു, ഈ ഹൈവേയുടെ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന ഭാഗങ്ങളിൽ വലിയ മണ്ണെടുത്ത് അതുവഴി ഹൈവേയുടെ പ്രവൃത്തികൾ നടത്തിയിട്ടുണ്ട്. ആ ഭാഗങ്ങളൊക്കെ പലയിടത്തും ഇടിഞ്ഞു വീണിട്ടുണ്ട്. അപ്പോൾ മഴ ശക്തമായാൽ അങ്ങനെയുള്ള ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ ഇവിടെയൊക്കെ മഴ പെയ്യുന്നുണ്ട് എന്ന് ആരും പറയുന്നത് കേട്ടില്ല. സൈബുന്നിസ, കരുണപ്പസ്വാമി, ഷാജി, അങ്ങനെ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്. എല്ലാവരും നല്ല സന്തോഷത്തിൽ ആണ് എന്നെനിക്ക് തോന്നുന്നു. കാരണം ഈ വൈകുന്നേരങ്ങളിൽ എല്ലാ ജോലിയും കഴിഞ്ഞ് കുടുംബത്തോടൊപ്പം ഇരിക്കുന്ന സമയത്താണ് ഞാൻ ലൈവിൽ വരുന്നത്. സമയം ഏതാണ്ട് 8:45. ഞാൻ ഏതാണ്ട് 5 മണിക്ക് ഇത് കൊണ്ട് പലയിടത്തും വെള്ളക്കെട്ടുകളാണ് അവിടെ ഹൈവേയുടെ ഭാഗങ്ങളിൽ ഇപ്പോൾ നമുക്ക് കാണാം ഈ ദൃശ്യങ്ങളിൽ. അപ്പോൾ 5 മണിയോടുകൂടി ഞങ്ങൾ കോഴിക്കോട് എത്തേണ്ടതാണ്. 5 മണിക്ക് എത്തേണ്ട ഞങ്ങൾ എത്തിയത് ഏതാണ്ട് 8 മണിയൊക്കെ കഴിഞ്ഞിട്ട് 8:30ക്ക് ശേഷമാണ് എത്തിയത്. അപ്പം ഏതാണ്ട് 3.5 മണിക്കൂറോളം ഞങ്ങൾ ബ്ലോക്കിൽ കുടുങ്ങിയെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അപ്പോൾ അത്തരത്തിൽ ഇതുകൊണ്ടില്ലേ വാഹനങ്ങളുടെ നീണ്ട നിരയാണ് ഹൈവേയിൽ മുഴുവൻ. ശക്തമായ മഴയാണ് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. മലപ്പുറത്ത് തുടങ്ങി ഞങ്ങൾ വരുന്ന വഴിക്കൊക്കെ ശക്തമായ മഴയാണ്. എവിടെയും ഒരു കുറവ് കാണുന്നില്ല. അപ്പോൾ വാഹനങ്ങൾ ക്രോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, എതിരെ വരുന്ന വാഹനങ്ങൾ നോക്കുക, പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ വാഹനങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം വാഹനങ്ങൾ റോഡിലേക്ക് ഇറക്കുക. ഇതൊക്കെയാണ് എനിക്ക് പറയുവാനുള്ളത്. അപ്പോൾ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എന്തായാലും ലീഗ, ഹായ്, ജിയോ ജോയി, ഒരുപാട് ആളുകളുണ്ട്. നമുക്ക് ഈ മഴയുടെ കാഴ്ചകൾ കാണുമ്പോൾ തന്നെ അത് വലിയ ആസ്വദിക്കുവാനുള്ള കാഴ്ചകൾ തന്നെയാണ് മഴയുടെ കാഴ്ചകൾ. പക്ഷേ അതിനപ്പുറത്ത് ഈ മഴയത്തും ചില അപകടങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക. ഒരിക്കൽ കൂടി നമ്മുടെ ഹൈവേ കൂടി യാത്ര ചെയ്യുന്ന ആളുകളെ അറിയിക്കുകയാണ്.
ദയവ് ചെയ്ത് വാഹനങ്ങൾ അശ്രദ്ധമായി ഓടിക്കരുത്. ശ്രദ്ധിച്ച് ഓടിക്കുക. നല്ല മഴയാണ്. അപ്പോൾ ഞാൻ ഈ രാത്രിയിൽ ഇന്ന് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് വീണ്ടും അധികം താമസിയാതെ ഏതാണ്ട് ഒരു 12 മണിയോടുകൂടി ഞാൻ ആലക്കോട് എത്തുമെന്നാണ് കരുതുന്നത്. പിന്നെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ പോലും എത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് വീണ്ടും ഇതുവഴി ഏത് വഴിയാണ് പോകുന്നതെന്ന് ചോദിക്കുന്നു. ഇപ്പം ഞങ്ങൾ കോഴിക്കോട് കഴിഞ്ഞ് നമുക്ക് കാണാം. ഇത് പിന്നെ കൊയിലാണ്ടി കഴിഞ്ഞിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് പഴയ ഹൈവേ ആണ്. ഇവിടെ ഇപ്പം നിർമ്മാണ പ്രവർത്തികൾ ഹൈവേയുടെ 6 വരിപ്പാത റൂട്ട് വേറെയാണ്. അപ്പോൾ നമ്മൾ ഈ റോഡ് സൈഡിൽ വെള്ളക്കെട്ടുകൾ കാണാം നിങ്ങൾക്ക്. അപ്പോൾ ഈ വെള്ളക്കെട്ടുകൾ പലയിടത്തും കാണുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നമ്മുടെ പുതിയ ഹൈവേയുടെ വർക്ക് പ്രവൃത്തി നടക്കുന്ന ഭാഗത്ത് കൂടി എത്താൻ സാധ്യത. പെട്ടെന്ന് കുറേ സമയം പിടിക്കും തോന്നുന്നു. കാരണം ഇപ്പം വളരെ സ്ലോയിലാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. അപ്പോൾ നമുക്കിപ്പം അവസാനിപ്പിക്കാം. എല്ലാവരും സന്തോഷത്തോടു കൂടി ഉറങ്ങുക, സന്തോഷത്തോടു കൂടി എഴുന്നേൽക്കുക, സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോവുക. നിങ്ങൾ ഉയരങ്ങളിലേക്ക് എത്തും. എല്ലാവർക്കും നന്മ വരട്ടെ. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.